Hi guys, welcome to Shang's Info. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എങ്ങനെ നമുക്ക് ക്വിഡിൻ്റെ വിൻഷീൽഡ് വാഷറിൻ്റെ മോട്ടർ മാറ്റാമെന്നുള്ളതിൻ്റെയാണ്. ഓക്കെ, നമുക്ക് ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും, ഇതിപ്പോൾ ഓണാണ്. ഓക്കെ ഇത് നമ്മുടെ വാഷറിൻ്റെ ലിക്വിഡിൻ്റെ സ്പ്രേയും വൈപ്പറിനെയും കൂടിയുള്ള ലിവറാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ബാക്കിലേക്ക് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും കണ്ടോ, അതിനകത്ത് സ്പ്രേ വർക്ക് ചെയ്യുന്നില്ല, ജസ്റ്റ് വൈപ്പർ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ വിൻഷീൽഡിന് കേടാണ്. ഓക്കെ, നമുക്കപ്പോൾ എന്തുകൊണ്ടാണ് സ്പ്രേ വരാത്തതെന്നുള്ളതിനെ നോക്കാം. നമുക്ക് ഞാനിപ്പോൾ ബോണറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ബോണറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വാഷർ ഫ്ലൂയിഡിൻ്റെ ടാങ്ക് വരുന്നത്. ഓക്കെ, ഈ പൈപ്പ് ത്രൂ ആണ്. ഓക്കെ, ഈ ഓസ് ത്രൂ ആണ് നമ്മുടെ ഫ്രണ്ടിലേക്ക് പോയേക്കുന്നത് ബോണറ്റിൻ്റെ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് ഓൾറെഡി ഫുള്ളാണ്. നമുക്ക് ഇത് നമ്മൾ ക്യാപ്പ് ഓപ്പൺ ചെയ്താൽ തന്നെ കാണാൻ പറ്റും, നമുക്ക് ലിക്വിഡൊക്കെ ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടു ടാങ്ക് ഫുള്ളാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഓക്കെ, ഈ മോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ടാങ്കിൽ നിന്ന് പമ്പ് ചെയ്തിട്ട് നമ്മുടെ വിൻഷീൽഡിലേക്ക് സ്പ്രേ ചെയ്യിക്കുന്നത്, ഈ ഓസ് വഴി. ഓക്കെ, ഈ ഓസ് വഴിയാണ് വിൻഷീൽഡിലേക്ക് സ്പ്രേ ചെയ്യിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ മോട്ടറിലേക്ക് പവർ വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് നമുക്ക് ഇവിടെ എൻ്റെ കണക്റ്റേഴ്സ് ഉണ്ട്. എൻ്റെ കണക്റ്റേഴ്സ് റിമൂവ് ചെയ്യണം. ഈ സൈഡിൽ നമ്മൾ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ടോപ്പിലേക്ക് പുള്ള് ചെയ്താൽ മതി. കണ്ടോ, ഇത് റിമൂവ് ആയി. ഓക്കെ, ഇതാണ് എൻ്റെ കണക്റ്റേഴ്സ് വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ്. ഓക്കെ, നമുക്ക് ഇതിനകത്തേക്ക് ഇനി സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം. ഇതാണ് മോട്ടറിലേക്കുള്ള കണക്ഷൻ വരുന്നത്. നമുക്ക് ഈ പോയിൻറ്റിലേക്ക് നമുക്ക് സപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കാം. സപ്ലൈ വരുന്നില്ലെങ്കിൽ നമുക്ക് എൻ്റെ ഫ്യൂസൊക്കെ ചെക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്കൊരു മൾട്ടിമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ പിൻസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് പിന്നിലേക്ക് ഓക്കെ നമ്മുടെ മൾട്ടിമീറ്ററിനെ ഇൻപുട്ട് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് റീഡിങ് കാണാൻ പറ്റും, 0 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ വിൻഷീൽഡിൻ്റെ നോബ് പുള്ളി ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, 12 വോൾട്ട് വരുന്നുണ്ട്. പിടിച്ചുകൊണ്ട് വെക്കുമ്പോഴത്തേക്കും ഇതിനകത്ത് നിങ്ങൾക്ക് കണ്ടു നമ്മുടെ 12 വോൾട്ട് ഓൾറെഡി വരുന്നുണ്ട്. വൈപ്പറും വർക്ക് ആവുന്നുണ്ട്, വൈപ്പറിൻ്റെ മോട്ടറും വർക്ക് ആവുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഇത് അപ്പോൾ മോട്ടറിനാണ് നമുക്ക് പ്രോബ്ലം വരുന്നത്. കാരണം ഇതിനകത്ത് ഓൾറെഡി 12 വോൾട്ട് വരുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മോട്ടറിലേക്കുള്ള പവറിന് 12 വോൾട്ട് ഓൾറെഡി വരുന്ന കാരണം നമ്മുടെ മോട്ടറിനാണ് കംപ്ലയിൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ മോട്ടർ ചേഞ്ച് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇതിനകത്തേക്ക് പവർ വരുന്നില്ല എങ്കിൽ, ഇത് പുള്ളി ചെയ്യുമ്പോഴത്തേക്കും 12 വോൾട്ട് പവർ വരുന്നില്ല എങ്കിൽ നമുക്ക് ഫ്യൂസ് ബോക്സ്, പാസഞ്ചർ സൈഡിലെ ഫ്യൂസ് ബോക്സ് ചെക്ക് ചെയ്യേണ്ടി വരും. ഫ്യൂസ് കറക്റ്റ് ആണെങ്കിൽ മിക്കവാറും റിലേ റീസെറ്റ് ചെയ്യേണ്ടി വരും. റിലേ റീസെറ്റ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ റിലേ ചിലപ്പോൾ പോയി കാണും, അത് ചേഞ്ച് ചെയ്യേണ്ടി വരും. റിലേ ചേഞ്ച് ചെയ്യണമെങ്കിൽ കുറച്ച് കോസ്റ്റ് ആവും, ഏകദേശം ഒരു 4000 5000 ആ ഒരു റേഞ്ചിലേക്ക് വരും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ മോട്ടറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിൻ്റെ മോട്ടർ നമുക്ക് ബൂട്ട്മോ എന്ന് പറഞ്ഞ സൈറ്റിൽ, വെബ്സൈറ്റിൽ നമ്മുടെ മോഡൽ നമ്പറൊക്കെ ഡീറ്റെയിൽ ഒക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പർട്ടിക്കുലർ മോട്ടർ വരുത്താൻ പറ്റും. ഏകദേശം ഒരു 300 അങ്ങനത്തെ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് മോട്ടർ എടുത്തിട്ട് നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. 299 ആണ് എമൗണ്ട് വരുന്നത്. ഓക്കെ, റിനോൾട്ടിൻ്റെ ജെന്യൂൻ പാർട്സ് ആണ്. ഓക്കെ, നമുക്ക് മോട്ടർ എടുത്ത് പുറത്തേക്ക് എടുക്കാം. ഇതാണ് നമ്മുടെ ഇപ്പോൾ മോട്ടർ വരുന്നത്. നമ്മൾ പർച്ചേസ് ചെയ്തേക്കുന്ന പുതിയ മോട്ടർ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ടാങ്കിലേക്ക് പോകുന്ന സെക്ഷൻ. ഓക്കെ, ഇത് നമ്മുടെ ഔട്ട് നമ്മുടെ വിൻഷീൽഡിലേക്ക് പോണ ട്യൂബിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇത് പവറാണ്. ഇനി ഇത് നമുക്ക് എക്സിസ്റ്റിംഗ് മോട്ടർ മാറ്റി നമുക്ക് ഇത് ഫിക്സ് ചെയ്ത് നോക്കാം. നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതുപോലത്തെ ഒരു 10 mm സ്പാനർ വേണം. ഓക്കെ, 10 mm സ്പാനർ വെച്ചിട്ട് ഇവിടെ നട്ടുണ്ട്. ഈ നട്ട് ലൂസ് ചെയ്യാം. കണ്ടോ, ഇത് നമ്മൾ നട്ട് റിമൂവ് ചെയ്തു. ഓക്കെ, ഈ 10 mm സ്പാനർ വെച്ചിട്ടാണ്. ഇതിന് 100 rupees ഉള്ളൂ, നിങ്ങൾക്ക് മേടിക്കാൻ കിട്ടും ലോക്കൽ ഷോപ്പിൽ നിന്ന്. 10 mm സ്പാനർ വെച്ചിട്ട് ഈ സ്ക്രൂ ഇടുന്ന് നമ്മൾ റിമൂവ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഇത് റിമൂവ് ചെയ്യാണ്.
ഓക്കെ 12 വോൾട്ടിൻ്റെ കണക്റ്റേഴ്സാണ് ഇതിനകത്ത്, പവർ കണക്റ്റേഴ്സാണ് ഇത്. ഈ റൈറ്റ് സൈഡിൽ പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ റിമൂവ് ചെയ്തു. റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ സ്ക്രൂ റിമൂവ് ചെയ്തു. ഇനി ഇവിടെ ഒരു സെക്ഷനുണ്ട്, ഇതിങ്ങനെ താഴേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ടാങ്ക് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, ഇത് നമ്മൾ താഴ്ത്തിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ടാങ്ക് ലൂസാവും. ലൂസായി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെ പുറത്തേക്ക് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിപ്പോൾ റിമൂവ് ചെയ്തു. ഇതാണ് നമ്മുടെ ടാങ്ക് വരുന്നത്. ഓക്കെ, ഇതിനകത്തേക്ക് ഈ മോട്ടറാണ് നമ്മുടെ ഇഷ്യൂ വരുന്നത്. ഈ മോട്ടറിലേക്ക് നമുക്കാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ മോട്ടറാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നമുക്ക് ടാങ്കിലിരിക്കണ നമുക്ക് ലിക്വിഡ് നമുക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാപ്പ് ഊരുകയാണ്. ഇതിൻ്റെ ക്യാപ്പ് ഊരിയിട്ട് നമ്മൾ ഇതിൻ്റെ ലിക്വിഡ് മഗ്ഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. കണ്ടോ, ടാങ്ക് എംപ്റ്റി ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് റിമൂവ് ചെയ്തെടുക്കാം, നമ്മുടെ മോട്ടർ റിമൂവ് ചെയ്തെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടർ വരുന്നത്. ഓക്കെ, ഇത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ ചെക്ക് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. ഇവിടെയാണ് അറ്റാച്ച്ഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ ടാങ്കായിട്ട് അറ്റാച്ച്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പതുക്കെ ഇത് അതിൻ്റെ സീലാണ്. ഓക്കെ, റബ്ബർ ബുഷാണ്, സീലാണ്. ഇത് നിങ്ങൾ അധികം ഇളക്കിയിട്ടുണ്ടെങ്കിൽ ടാങ്കിൽ ലീക്ക് വരും. ഇത് മാത്രമായിട്ട് നമുക്ക് ഔട്ട് സൈഡിലേക്ക് എടുക്കണം. ഓക്കെ, ഇങ്ങനെ പതുക്കെ ഇവിടെ വച്ചിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ ഷേക്ക് ചെയ്തിട്ട് നമുക്ക് റിമൂവ് ചെയ്യണം ഈ മോട്ടർ. ഓക്കെ, നമ്മളിങ്ങനെ സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതുക്കെ എല്ലാ സൈഡിൽ നിന്നും ഇതേപോലെ തന്നെ ഇങ്ങനെ തിക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ റബ്ബർ സീലിൽ നിന്ന് നമ്മുടെ ഈ മോട്ടർ നിങ്ങൾക്ക് കാണാൻ പറ്റും, ചെറിയ രീതിയിൽ വിടുന്നുണ്ട്. ഓക്കെ, ഇതേപോലെ തന്നെ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളിങ്ങനെ ഇപ്പോൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ വർക്ക് ചെയ്യാത്ത മോട്ടർ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ മെയിൻ മോട്ടർ നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഇപ്പോൾ പുതിയ മോട്ടർ വരുന്നത്, നിങ്ങൾ കണ്ടു. ഓക്കെ, ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഇൻസേർട്ട് ചെയ്യണം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഈ ബുഷിൻ്റെ അകത്തേക്ക് നമുക്ക് ഈ ഫിൽറ്ററിൻ്റെ ഏരിയ നമുക്ക് ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഇതേപോലെ തന്നെ വച്ചിട്ട് നമുക്ക് പതുക്കെ ഇത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്തു, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഗ്യാപ്പൊന്നും പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ലീക്കേജ് വരും. ഓക്കെ, ഒരു ഗ്യാപ്പും പാടില്ല ഈ ഒരു ഏരിയയിൽ. ഓക്കെ, നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യുക. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കണക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇതിന് നമ്മൾ കണ്ടു, ഇതേപോലെ നേരത്തെ പോലെ തന്നെ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സീലൻ്റെ അവിടെ ഒരു ഗ്യാപ്പും പാടില്ല. ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാങ്കിൽ നിന്ന് ലീക്കേജ് വരും. ഇതേപോലെ തന്നെ നിങ്ങൾ പിന്നെയും ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ട്യൂബ് കണക്ട് ചെയ്യാം. ട്യൂബിനകത്തേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ശരിക്കും ടൈറ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യണം. ട്യൂബ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് തിരിച്ച് ഫിക്സ് ചെയ്യാം. സെയിം പ്രൊസീജിയർ തന്നെയാണ്. നിങ്ങൾക്ക് ഈ സൈഡിലേക്ക് ഇതിൻ്റെ ഇവിടെ ഒരു ലോക്കുണ്ട്, അതിനകത്തേക്ക് ഇത് ഇൻസേർട്ട് ആവണം. ഓക്കെ, നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി.
ഓക്കെ, ഇതിപ്പോൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ ലോക്കിലേക്ക് വീണിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ പോലെ തന്നെ ഇവിടുത്തെ സ്ക്രൂ നമ്മൾ ടൈറ്റ് ചെയ്യണം. ഓക്കെ, സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു 10 mm സ്പാനർ വേണം. ഓക്കെ, അതിനിപ്പോൾ 10 mm സ്പാനറാണ്. പിന്നെ ടാങ്കിന് ഷേക്ക് ഉണ്ടോയെന്ന് നോക്കിക്കോളുക. അല്ലെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് വീണിട്ടില്ലെങ്കിൽ ഈ ലോക്കും കറക്റ്റായിട്ട് വീഴ്ത്തുക. ഓക്കെ, ഇതിനിപ്പോൾ നമ്മുടെ കണക്ഷൻസൊക്കെ കഴിഞ്ഞു. നമുക്കിനിയിപ്പോൾ ഇതിപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ടറാണ്. ഓക്കെ, ഇതിനകത്തേക്ക് വെച്ചിട്ട് ഇതിപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ വയറും ചെക്ക് ചെയ്യാൻ പറ്റും. എന്തായാലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 2 ടെർമിനലും അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഇൻപുട്ട് ടെർമിനൽസും വരുന്നത്. അതേപോലെ തന്നെ നിങ്ങൾ അത് ഇൻപുട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, കറക്റ്റായിട്ട് പ്രസ് ആയിട്ടില്ലേ നോക്കുക. അപ്പോൾ നമ്മുടെ ഇൻപുട്ടും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയേക്കുന്ന ലിക്വിഡ് നമുക്ക് തിരിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കുക. വാഷർ ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് കഴിഞ്ഞു. നമ്മളതിൻ്റെ ക്യാപ്പ് ഇടുക. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞു. നമുക്കിനി ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നോബ് വരുന്ന നമ്മുടെ ഓസ് വരുന്ന ഇല്ലെങ്കിൽ കറക്റ്റ് പൊസിഷനിലാവില്ല. ഓക്കെ, ഞാനിപ്പോൾ ഇന്ന് ക്ലോസ് ചെയ്യുകയാണ്. ഇനി നമുക്ക് അത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. നമ്മുടെ വൈപ്പറിൻ്റെ ഇതാണ് നമ്മുടെ നോബ് വരുന്നത്. ഇപ്പോൾ ഓണാണ്. ഓക്കെ, കീ ഓണാണ്. ഇതാണ് നമ്മുടെ നോബ് വരുന്നത്. നമ്മളൊന്ന് ബാക്കിലേക്ക് പുള്ളി വരുന്നെങ്കിൽ ചെക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ, നേരത്തെ ഇതുണ്ടായിരുന്നില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ വൈപ്പറും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ വാഷർ ഫ്ലൂയിഡും വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇപ്പോൾ കണ്ടായിരുന്നു 12 വോൾട്ട് വരുന്നുണ്ട് അവിടെ. ഇത് നമ്മൾ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്തു. ഇതിപ്പോൾ പുള്ളി ചെയ്തപ്പോഴത്തേക്കും 12 വോൾട്ടിൻ്റെ റീഡിങ് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ പവർ അവിടെ വരുന്നുണ്ടെന്നാണ്. പവർ വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂസ് ചെക്ക് ചെയ്യേണ്ടി വരും. ഫ്യൂസ് ബ്ലോൺ ആണെങ്കിൽ ഫ്യൂസ് ചേഞ്ച് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പവറിൻ്റെ ഇഷ്യൂ ആണെങ്കിൽ പവറിൻ്റെ ഇഷ്യൂ മാറും. എന്താണെന്ന് കറക്റ്റായിട്ട് ഡയഗ്നൈസ് ചെയ്തിട്ട് വേണം നമ്മൾ മോട്ടർ ബൈ ചെയ്യാൻ ആയിട്ട്. ഇതിപ്പോൾ 12 വോൾട്ട് ഓൾറെഡി വരുന്നുള്ള കാരണം ഒബ്വിയസ്ലി നമുക്ക് മനസ്സിലായി അത് മോട്ടറിൻ്റെ ഇഷ്യൂ ആണെന്ന്. ഓക്കെ, 12 വോൾട്ട് അവിടെ വരുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ഫ്യൂസ് ചെക്ക് ചെയ്യണം. പിന്നെ റിലേ ചെക്ക് ചെയ്യണം. ഫ്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്കും പറ്റും. പക്ഷേ റിലേ ആണ് പോയേക്കണമെങ്കിൽ നമുക്ക് സർവീസ് സെൻറ്ററിൽ തന്നെ കൊടുക്കേണ്ടി വരും. ഓക്കെ, റിലേ ഒന്നല്ലെങ്കിൽ റീസെറ്റ് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ റിലേ യൂണിറ്റ് തന്നെ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ ഒരു റിനോൾട്ട് ക്വിഡിൻ്റെ നമ്മുടെ വിൻഷീൽഡിൻ്റെ മോട്ടർ മാറ്റുന്നത്. ഓക്കെ, വിൻഷീൽഡ് ക്ലീനിങ് ടാങ്കിൻ്റെ നമ്മൾ മോട്ടർ ഇങ്ങനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.